organ system. Chapter 1 organ system. അല്ലേ? ഓർഗൻ സിസ്റ്റത്തില് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഓർഗൻ സിസ്റ്റം? ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കേൾക്കില്ല. ഓക്കെ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, നൈനിക പറയൂ, എന്താണ് ഓർഗൻ സിസ്റ്റം? A group of organs that work together to perform a particular function is known as organ system. ഓക്കെ, കുറെ ഓർഗൻസ് ഒരുമിച്ച് ചേർന്ന് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിനെ ഓർഗൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും. എന്ത് പറ്റി അർജുൻ? നൈനിക മ്യൂട്ട് ചെയ്യൂ. ആൻസർ പറയണ. ഓക്കെ ഓക്കെ ടീച്ചർ ചോദിച്ചോളാം. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട കേട്ടോ. യെസ്. സോ എത്ര ഓർഗൻ സിസ്റ്റം നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു? എന്തൊക്കെയാണ് ഓർഗൻ സിസ്റ്റംസ് കണ്ടത്? ആയിഷ ഓർമ്മയുണ്ടോ? ആയിഷ, എന്തൊക്കെ നമ്മൾ കണ്ടു? നോക്കി പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നോക്കി വായിച്ചോളൂ. എന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും. നോക്കി വായിച്ച എന്തൊക്കെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം കണ്ടത് ഇതിനകത്ത് ഈ ചാപ്റ്ററില്? വേഗം നോക്കി വായിക്കാൻ എത്ര സമയം വേണോ? ആയിഷ വായിച്ചോളൂ. നോക്കി വായിച്ച ഏതൊക്കെ ഓർഗൻ സിസ്റ്റം ആണ് കണ്ടത് ഇതിനകത്ത്? skeletal system, muscular system, പിന്നെ digestive system, എന്താണ്? എന്ത് സിസ്റ്റം? circulatory system, പിന്നെ nervous system, respiratory system, digestive system, പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം. പേര് വായിക്കാൻ പോലും മറന്നുപോയോ ആയിഷ? സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇത്രയും ഓർഗൻ സിസ്റ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടത് അല്ലെ? ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പെർഫോം എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. യെസ് ഫാത്തിമ, എന്ത് പറ്റി? Miss, reproductive system. റീപ്രൊഡക്റ്റീവ്. യെസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത്രയും സിസ്റ്റം നമ്മൾ കണ്ടു. സോ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസിന്റെ, നമ്മളുടെ ബോഡിയിൽ ഉള്ള ബോണുകളുടെ സ്ട്രക്ചർ എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിനെ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്? സ്കൾ, ബാക്ക് ബോൺ, റിബ് ഗേജ് അല്ലെ? നമ്മളുടെ തലയോട്ടി, നമ്മളുടെ നട്ടെല്ല്, പിന്നെ നമ്മളുടെ ചെസ്റ്റിലുള്ള നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അത്രയും ബോൺസിനെ അല്ലെ? ലങ്സിന് ചുറ്റും കാണപ്പെടുന്ന ആ ബോൺസിനെയും അതാണ് റിബ് ഗേജ് എന്ന് പറയുക. ഇത്രയും ചേരുമ്പോഴാണ് നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളുടെ ഫുൾ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട്. പിന്നെ നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റം എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മളുടെ ബോഡിയിലുള്ള അകത്തുള്ള എല്ലാ ഓർഗൻസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. പിന്നെ നമ്മളുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പാണ്. അപ്പൊ ആ ബോഡി ഷേപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. ഓക്കെ. പിന്നെ ബാക്ക് ബോണിൽ നമുക്ക് 33 ബോൺ കാണും. അത് നമ്മളുടെ സ്പൈനൽ കോഡിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ റിബ് ഗേജിൽ നമുക്ക് 12 പെയർസ്, ലെഫ്റ്റ് സൈഡിൽ 12, റൈറ്റ് സൈഡിൽ 12. അത് നമ്മളുടെ ലങ്സിനെ, ശ്വാസകോശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ.
പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടത് മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ മസിൽസും കൂടി ചേരുമ്പോൾ അത് മസ്കുലാർ സിസ്റ്റം ആയിട്ട് മാറും. നമ്മളുടെ പോസ്ചറിനെയും അതുപോലെ നമ്മൾക്ക് ബോഡി മൂവ്മെന്റ്സ്, നമ്മളുടെ ബോൺസും മസിൽസും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബോഡി പാർട്സ്, കൈ അനക്കാനും കാലനക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അത് എന്താണ്? അപ്പോൾ ഈ വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്യാനും ബോഡിയുടെ പോസ്ചർ നിലനിർത്താനും നമ്മളെ സഹായിക്കുന്നത് ആരാണ്? മസ്കുലാർ സിസ്റ്റം ആണ്. 3 types ഓഫ് മസിൽസ് നമ്മൾ കണ്ടു അല്ലെ? സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. മസ്കുലർ സിസ്റ്റത്തില് 3 types ഓഫ് മസിൽസ്. ഓക്കെ, പിന്നെന്താണ് നമ്മൾ കണ്ടത്? ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമ്മൾ മസ്കുലർ സിസ്റ്റത്തിൽ കണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മളുടെ ബോഡിയിലുള്ള എന്താണ് ന്യൂട്രിയൻസിനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ പല സ്ഥലത്തേക്കും, നമ്മളുടെ ബോഡിയുടെ പല ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരിക? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ട്, ബ്ലഡിനെ കൊണ്ടുപോകാനുള്ള വെസൽസ്, ഞരമ്പുകൾ, ഇത്രയും ചേരുന്നതാണ് നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിൽ 2 type ഓഫ് വെസൽസ് ബ്ലഡ് വെസൽസ് നമുക്ക് കാണാൻ സാധിക്കും, ആർട്ടറീസും വെയിൻസും. ആർട്ടറീസ് ചെയ്യുന്ന എന്താണ്? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് ബോഡിയുടെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കുന്നു. അതേസമയം വെയിൻസ് എന്താണ്? ഓക്സിജൻ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെ, അശുദ്ധ രക്തത്തിനെ എന്താണ് എല്ലാ ബോഡി പാർട്സിൽ നിന്നും തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് വെയിൻസ് ചെയ്യുന്നത്. സോ ആർട്ടറീസും വെയിൻസും. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു, നമ്മളുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിനും ന്യൂട്രിയൻസ് ആവശ്യമാണ്. സോ അതിനെ എത്തിക്കുന്നത് ആരാണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ടും ബ്ലഡും ബ്ലഡ് വെസൽസും 3 പേരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് സർക്കുലേഷൻ സാധ്യമാകുന്നത്. നമ്മുടെ ബോഡിയിലുള്ള മൂവ്മെന്റ്സ്, ബ്ലഡിന്റെ മൂവ്മെന്റ്സും ന്യൂട്രിയൻസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ സാധ്യമാകുന്നത് സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് സിസ്റ്റം എന്താണ് നമ്മൾ കണ്ടത്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരിക? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. നമ്മളുടെ ബ്രെയിന്, പിന്നെ നമ്മളുടെ സ്പൈനൽ കോഡ്, ബാക്ക് ബോണിന്റെ ഉള്ളിൽ കാണുന്നത് സ്പൈനൽ കോഡ്, പിന്നെ ഉള്ളത് നെർവ്സ്. സോ നെർവ്സ്, നമ്മുടെ നെർവസ് സിസ്റ്റം എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? മെസ്സേജസ് അല്ലെ, നമ്മൾക്ക് ബോഡിയിലുള്ള മെസ്സേജസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ നെർവസ് സിസ്റ്റം ആണ്. നമുക്ക് ഞാൻ പറഞ്ഞു ക്ലാസ് ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചൂടുള്ള വസ്തുവിൽ നമ്മൾ അറിയാതെ കൈ ടച്ച് ചെയ്യാണ്. അപ്പൊ കൈ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ പുറയിലേക്ക് വലിക്കും അല്ലെ? സോ ആ കൈ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് പോവാണ്, കാരണം ചൂടുള്ള വസ്തുവാണ്, ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ വിരലിന്റെ ടിപ്പിൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് പോവാണ്. ഏത് വഴിയാണ്? നെർവ്സ് വഴിയാണ് മെസ്സേജസ് പോകുന്നത്. അപ്പൊ ബ്രെയിൻ നമ്മളോട് പറയും കൈ പെട്ടെന്ന് പുറയിലേക്ക് വലിച്ചെടുക്കൂ. ഓക്കെ, സോ ഇത് നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ് നടക്കുകയാണ്, നമ്മള് വിത്തൗട്ട് ആർ നോളജ് അല്ലെ. നമ്മള് എന്താണ് ഇപ്പൊ നടക്കുമ്പോ ഏതെങ്കിലും കുപ്പിച്ചില്ലോ ഒക്കെ കാല് ചവിട്ടുമ്പോ നമ്മൾ പെട്ടെന്ന് കാല് പുറയിലേക്ക് വലിക്കും. എങ്ങനെയാണ്? ആ സമയം കൊണ്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് മെസ്സേജസ് പോവാണ്. ഓക്കെ, സോ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, കാല് പെട്ടെന്ന് വലിക്കൂ എന്ന് നമുക്ക് മെസ്സേജസ് പോവാണ്. എങ്ങനെയാണ് സാധ്യമാവുന്നത്? നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. നമ്മള് എന്താണ് ഒരു സൗണ്ട് കേൾക്കുന്നു, കാണുന്നു, ഇതൊക്കെ സിഗ്നൽസ്, മെസ്സേജസ് നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് ഒരു വസ്തുവിനെ കാണാനും കേൾക്കാനും ഒക്കെ സാധ്യമാവുന്നത്. സോ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തില് ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസന പ്രക്രിയക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ ബോഡിയിലുള്ള ഓർഗൻ സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരിക? നേസൽ കാവിറ്റി, ട്രക്കിയ ആൻഡ് ലങ്സ്. ഓക്കെ, നേസൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മൂക്കിലുള്ള സുഷിരങ്ങൾ. പിന്നെ ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കിൽ നിന്ന് നമ്മളുടെ കഴുത്തിൽ കൂടെ താഴേക്ക് ലങ്സിലേക്ക് ശ്വാസം എത്തിക്കുന്ന ആ കുഴൽ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് വിൻഡ് പൈപ്പ്. പിന്നെ വിൻഡ് പൈപ്പിൽ കൂടെ ഓക്സിജൻ എവിടെ ചെല്ലും? നമ്മളുടെ ശ്വാസകോശത്തിൽ ആ ഓക്സിജൻ ചെല്ലും. അപ്പൊ നമ്മള്
എന്താണ് ബ്രീത് ഇൻ ചെയ്യുന്നുണ്ട്, ബ്രീത് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്, ശ്വാസം അകത്തേക്ക് വലിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് അതിനെ പറയുക നമ്മള്? അതിനെ നമ്മള് റെസ്പിറേഷൻ എന്ന് പറയും. ഇൻഹേലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് ശ്വാസം എടുക്കുക. എക്സേലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് ശ്വാസം വിടുക. അപ്പൊ ഇൻഹേലേഷനും എക്സേലേഷനും രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്താണ് റെസ്പിറേഷൻ ആയിട്ട് മാറുക. ശ്വാസോച്ഛ്വാസം എന്ന് നമ്മൾ പറയില്ലേ, ദാറ്റ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. ഇൻഹേലേഷൻ ആൻഡ് എക്സേലേഷൻ. ഇൻഹേൽ ചെയ്യുമ്പോൾ അകത്തേക്ക് എടുക്കുന്നത് നമ്മൾ എന്താണ്? ഓക്സിജൻ. എക്സേൽ ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. ഇൻഹലേഷനും എക്സേലേഷനും കൂടി ചേരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിസ്റ്റം ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് നമ്മളുടെ ദഹന പ്രക്രിയക്ക് നമ്മളെ സഹായിക്കുന്ന സിസ്റ്റം, ഓർഗൻസ്. ഏതൊക്കെയാണ് അതിനകത്ത് വരിക? മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. മൗത്ത്, വായിൽ കൂടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. അത് വായിൽ കൂടെ ചവച്ചരച്ചതിന് ശേഷം ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്, നമ്മളുടെ തൊണ്ടയിൽ കൂടെ അനദർ പൈപ്പ്, വിൻഡ് പൈപ്പിന്റെ ചേർന്നിരിക്കുന്നത് അനദർ പൈപ്പ്, ദാറ്റ് ഈസ് കോൾഡ് ഫുഡ് പൈപ്പ്. വാട്ട് ഹാപ്പൻ അർജുൻ? അത് എക്സാമിന് EVS-ല് ഏതൊക്കെ പോർഷൻസ് ആണ് വരുന്നത്? പറഞ്ഞില്ലേ, ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 9 വരെ. അപ്പൊ ഹിന്ദിയിൽ ഏതാണ് മിസ്സേ? ഹിന്ദിയില് ഇടും, ഗ്രൂപ്പിൽ ഇടും. നിങ്ങൾക്ക് ഹിന്ദിയില് നോക്കണം, എനിക്ക് ഓർമ്മയില്ല. ഗ്രൂപ്പിൽ ഇടും, ഇന്നോ നാളെ കൊണ്ട് ഇടും കേട്ടോ ചാപ്റ്റേഴ്സ്. ഓക്കേ മിസ്, ഇന്നിട്ടുള്ളൂ. ഇന്നിടും. EVS ഞാൻ ഓൾറെഡി പറഞ്ഞു, ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 9 വരെയാണ്. ഓക്കെ, ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? മൗത്ത്, ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് പാസ് ചെയ്യുന്ന കുഴൽ. വായിൽ നിന്ന് നമ്മുടെ വയറ്റിലേക്ക് ഫുഡിനെ കടത്തി വിടുന്ന കുഴൽ. വിൻ പൈപ്പിന്റെ കൂടെ തന്നെയാണ് നമ്മൾക്ക് തൊണ്ടയുടെ ഭാഗത്ത് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് ഉണ്ടാവും. ഫുഡ് പിന്നെ അവിടുന്ന് ഫുഡിന്റെ പൈപ്പിൽ കൂടെ താഴോട്ട് ചെന്നിട്ട് എവിടെ പോകും? നമ്മളുടെ വയറ്റിൽ ചെല്ലും, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റൊമക്. സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ ഇൻറ്റസ്റ്റൈൻ അല്ലെ. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എന്താണ് പിന്നെ നമ്മളുടെ ബോഡിയിൽ കൂടെ വെളിയിലേക്ക് ആവശ്യമില്ലാത്ത ഫുഡിന്റെ ദഹനം ശേഷം ബാക്കി വരുന്ന ഫുഡ് നമ്മളുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുകയാണ്. സോ നമ്മളുടെ ഏനസിൽ കൂടെ അൺഡൈജസ്റ്റഡ് ഫുഡ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഫുഡുകളെല്ലാം ഏനസിൽ കൂടെ പുറന്തള്ളുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന പ്രക്രിയയെ നമ്മളെ സഹായിക്കുന്ന സിസ്റ്റം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം. ബോഡിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെ പുറന്തള്ളുന്ന നമ്മളെ സഹായിക്കുന്ന സിസ്റ്റം. എക്സ്ക്രീറ്ററിയിൽ ഏതൊക്കെയാണ് വരിക? യൂറിൻ, നമ്മളുടെ ബോഡിയിൽ നിന്ന് വെളിയിൽ കളയുന്നത് എന്തൊക്കെയാണ്? സ്വെറ്റിംഗ് അല്ലെ, വിയർപ്പ് വഴി നമ്മള് വേസ്റ്റ് ആണ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. വിയർപ്പ് വഴി സ്വെറ്റിംഗ് ഉണ്ട്, യൂറിൻ ഉണ്ട്, പിന്നെ സ്റ്റൂൾ ഉണ്ട്. നമ്മൾക്ക് ഫുഡ് ഏനസിൽ കൂടെ നമ്മൾ പുറന്തള്ളുന്നത്. ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് വരിക? കിഡ്നീസ് ഉണ്ട്, യൂറീറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഇത്രയും ചേർന്നതാണ് നമ്മളുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം. പിന്നെ നമ്മളുടെ സ്കിന്നിൽ കൂടെ, നമ്മളുടെ തൊലിയിൽ കൂടെ നമ്മുടെ സ്വെറ്റിംഗ് വഴി നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അതിൽ നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? എന്താണ്? നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഓർഗൻസ് എല്ലാം ചേരുമ്പോഴാണ് അവര് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചത്. ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്ത് നമ്മൾ 1-2 നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ചാപ്റ്ററിൽ ഞാൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡയഗ്രാം ഇല്ല. യെസ്, വിച്ച് ഡയഗ്രാം ആണ് ഞാൻ പറഞ്ഞത്? Can anyone tell me? Ren? Digestive system. Okay. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പിക്ചർ വരയ്ക്കാൻ ജസ്റ്റ് നോക്കിക്കോളുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി നോട്ടുകൾ വഴി തന്നിട്ടുണ്ട്. അതൊക്കെ സ്മോൾ 1 വേർഡ് ആൻസറും ലോങ് ആൻസറും ഒക്കെ നോക്കുക കേട്ടോ. യെസ് ഫാത്തിമ, എന്ത് പറ്റി? പറയാനാണോ? യെസ്, ഡൈജസ്റ്റീവ് ഞാൻ കണ്ടു. നമ്മൾ റീക്യാപ്പ് ആൻഡ് റിവിഷൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ചെയ്തത് അല്ലേ? ആണോ? അതിന് വേണ്ടിട്ടാണോ ഹാൻഡ് റൈസ് ചെയ്തേ? യെസ്, താഴെ വെച്ചോളൂ. ഓക്കെ, ഫൈൻ. വാട്ട് അബൌട്ട് അർജുൻ? Yes, Arjun, please unmute. അത്
ടൂത്തിന്റെ വരയ്ക്കാൻ പറഞ്ഞു. ടൂത്ത് ഞാനിപ്പോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആണ് ചോദിച്ചത്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? സെക്കൻഡ് ചാപ്റ്ററിൽ ടീത്തിന്റെ ഡിഫറെന്റ് പാർട്സുകളും അതിന്റെ ഫങ്ഷൻസും ടൈപ്പ് ഓഫ് ടീത്ത് ഒക്കെ കണ്ടു. എനിക്ക് താഴെ വെച്ചോളൂ, ഞാൻ കണ്ടു മോളെ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ടീത്തിനെ പറ്റി പഠിച്ചു അല്ലേ? യെസ്, ടീത്തിന്റെ ഡിഫറെന്റ് പാർട്സുകൾ നമ്മൾ ആദ്യം കണ്ടു. ഫസ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് അല്ലെ? ടെമ്പററി ടീത്തും പെർമനന്റ് ടീത്തും. ആണോ? ഓർമ്മയുണ്ടോ? ടെമ്പററി ടീത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള ടീത്താണ്? ടെമ്പററി ടീത്ത്. ടെമ്പററി ടീത്ത് എന്താണ്? വാട്ട് ഈസ് ടെമ്പററി ടീത്ത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ടെമ്പററി ടീത്ത്? വരുൺ? മിൽക്ക് ടീത്ത്. മിൽക്ക് ടീത്ത് എപ്പോഴുള്ള ടീത്താണ്? നമ്മുടെ വായിൽ എപ്പോ കാണുന്ന ടീത്താണ്? എന്താണ്? ബേബി ആപ്പിൾ. വരുണ്ട പല്ലിൽ ഇപ്പൊ ഏത് ടീത്താണ് ഉള്ളത്? ടെമ്പററി മിൽക്ക് ടീത്താണോ? മിൽക്ക് ടീത്തും ഉണ്ട്, ടെമ്പററി ഉണ്ടോ? രണ്ടും ഉണ്ടോ? രണ്ടും ഒന്നല്ലേ? മറ്റേ ടീത്തിന്റെ പേരെന്താ? മിൽക്ക് ടീത്തും ടെമ്പററി ടീത്തും അല്ലാതെ മറ്റേ ടീത്തിന്റെ പേരെന്താ? അപ്പൊ ഇപ്പൊ രണ്ടും മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തും രണ്ടും ഉണ്ടോ വായില്? ആണോ? യെസ്. മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ബേബി ആയിട്ട് നമ്മള് 6 months തൊട്ട് അറൌണ്ട് 3-4 years വരെ നമ്മളുടെ വായിൽ കാണുന്ന പല്ലുകളാണ്. അതിനുശേഷം ആ ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോയിട്ട് നമ്മളുടെ വായിൽ എന്താണ്? പെർമനന്റ് ടീത്ത് വരാൻ തുടങ്ങും അല്ലേ? സോ നമുക്ക് എന്താണ് മിൽക്ക് ടീത്ത് നമുക്ക് ഏകദേശം 20 എണ്ണം ഉണ്ടാവും. പെർമനന്റ് ടീത്ത് അതേസമയം നമ്മൾക്ക് മെച്യൂർ ആയിട്ടുള്ള ഒരാളുടെ വായില് നമ്മൾക്ക് 32 പെർമനന്റ് ടീത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. റെൻ തപ്പുവാണോ ഏതൊക്കെ ടീത്താണ് വായിലുള്ളതെന്ന്? ആണോ റെൻ? ഓക്കെ, സോ മിൽക്ക് ടീത്ത്, 2 types ഓഫ് ടീത്ത് നമ്മൾ കണ്ടു. മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്ത്. മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ടെമ്പററി ടീത്ത്, പിന്നെ പെർമനന്റ് ടീത്ത്. പിന്നെ നമ്മൾ കണ്ടു വിസ്ഡം ടീത്ത്. വിസ്ഡം ടീത്തും കൂടെ ചേർത്തിട്ടാണ് നമ്മളുടെ അഡൽട്ട് ആയിട്ടുള്ള ഒരാളുടെ വായിൽ 32 പല്ലുണ്ടാവും. വിസ്ഡം ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബാക്കിലുള്ള പല്ലുകള്, 4 പല്ലുകളാണ് നമ്മൾ വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. വിച്ച് ഗ്രോസ് ഫ്രം ദ എൻഡ് ഓഫ് അവർ ജോ. താടിയെല്ലിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വളരുന്ന പല്ലുകളെയാണ് വിസ്ഡം ടീത്ത് എന്ന് പറയുക. അതും കൂടെ ചേർത്തിട്ട് മെച്യൂർ ആയിട്ടുള്ള ഒരാളുടെ വായില് 32 പല്ലുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മള് എന്ത് കണ്ടു? ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ടൂത്ത്. ഒരു പല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. എന്തൊക്കെ പാർട്സുകളാണ് ഉള്ളതെന്ന്. ഏതൊക്കെയായിരുന്നു? ഏറ്റവും പുറത്ത് കാണുന്ന വൈറ്റ് കളറിൽ കാണുന്ന ഭാഗത്തിനെ നമ്മള് ക്രൗൺ എന്ന് പറയും അല്ലെ? പിന്നെ ക്രൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് ഈസ് ഇനാമൽ. ഓക്കെ, നമ്മള് ടൂത്തിന്റെ നമ്മൾ ഡയഗ്രാം വരച്ചതാണ് അല്ലേ? യെസ് ഓർ നോ? ഏതെങ്കിലും ഒരു ഡയഗ്രാം നോക്കിക്കോണം കേട്ടോ. ഏതെങ്കിലും ടീച്ചർ ഇതിനകത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയഗ്രാം എക്സാമിന് ഉണ്ടാവും. ഓക്കെ, സോ ഏറ്റവും ഔട്ടർ പാർട്ട് ക്രൗൺ ആണ്. അതിനുശേഷം നമ്മൾക്ക് ഇനാമൽ ഉണ്ട്, ഡെന്റൈൻ ഉണ്ട്, പൾപ്പ് ഉണ്ട്, ദെൻ സിമെന്റം ആൻഡ് ദ ലോവർ പാർട്ട്. ഏറ്റവും അവസാനം കാണുന്ന ഏറ്റവും അടിയിലുള്ള ഭാഗം, അതായത് നമ്മളുടെ പല്ലിനെ നമ്മളുടെ മോണയായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന ആ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് റൂട്ട്. ഓക്കെ, പിന്നെ ബോഡിയിലുള്ള നമ്മളുടെ പല്ലിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഡെന്റൈൻ ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് എ ടൂത്ത്. ഓക്കെ, സോ ഡെന്റൈൻ ആണ് നമ്മളുടെ ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലിയ പല്ലിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെന്റൈൻ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പല്ലിന്റെ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ടൂത്ത്. ക്രൗൺ, ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, cementum and roots. So these are the different parts of a tooth.
Then we studied about different types of teeth. അല്ലെ 4 തരത്തിലുള്ള പല്ലുകൾ നമ്മൾ കണ്ടു. Canine, molar, premolar and incisors. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ് അല്ലെ. ഫ്രണ്ടിലുള്ള പല്ലാണ് ഇൻസിസർ. നമ്മൾക്ക് സിസേഴ്സിന്റെ വർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, ഭക്ഷണത്തിനെ കട്ട് ചെയ്യുക എന്നുള്ള ഫങ്ഷൻ ആണ് നമ്മളുടെ ഇൻസിസേഴ്സ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് കെനൈൻ. കെനൈന്റെ പുറകിലായിട്ട് പ്രീമൊളാസ്, ഏറ്റവും ബാക്കിലായിട്ട് മൊളാർ പല്ലുകൾ. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടു ഹെൽത്തി ടീത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ടൂത്ത് ഡീകേ, ക്യാവിറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മളുടെ പല്ലുകളുടെ ഇടയിൽ ശരിയായിട്ട് ബ്രഷ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് പല്ലുകളിൽ കുടുങ്ങി നിന്നിട്ട് അവിടെ എന്താണ് ജേംസ് വളരാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അവരൊരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആസിഡ് നമ്മളുടെ പല്ലിനെയും നമ്മുടെ പല്ലിന്റെ ഇനാമലിനെയും ഗംസിനെയും സ്പോയിൽ ചെയ്തിട്ട് കുറെ നാൾ അങ്ങനെ കണ്ടിന്യൂസ് ആവുമ്പോഴത്തേക്കും പിന്നെ എന്താണ് നമ്മളുടെ പല്ലിൽ ഒരു ഹോള് വീഴും. അതിനെയാണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയുക. സോ ക്യാവിറ്റി വരുന്നതിന് മുമ്പ് നമ്മളുടെ പല്ലിൽ ഒരുമാതിരി യെല്ലോ കളർ കോട്ടിങ് വരും. അതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? ദാറ്റ് ഈസ് കോൾഡ് പ്ലാക്ക്. ഓക്കെ, സോ പ്രോപ്പർ ടീത്ത് കെയറിങ്, എങ്ങനെയാണ് പല്ലിനെ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുക? ബ്രഷ് ട്വൈസ് എ ഡേ, പിന്നെ ഗംസിനെ മസാജ് ചെയ്യുക, പിന്നെന്താണ് ഡെന്റൽ ഫ്ലോസ് യൂസ് ചെയ്യാം, ടു മച്ച് സ്വീറ്റ് ഒന്നും ഉപയോഗിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. മിൽക്ക്, ചീസ്, അങ്ങനെയുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ഹെൽത്തിനെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ആൻഡ് ഫംഗൈ. Disease causing microorganisms are called germs. So there are 4 types of microorganisms: bacteria, virus, protozoa and fungi. ഓരോന്നും വഴി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പൊ ഓരോരോ മൈക്രോ ഓർഗാനിസം വഴി ഏതൊക്കെ ഡിസീസ് ആണ് ഉണ്ടാവുക അത് നോക്കിക്കോണം. ഹാംഫുൾ ബാക്ടീരിയ വഴി ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. വൈറസ് വഴി ചിക്കൻ പോക്സ്, ഇൻഫ്ലുവൻസ. പ്രോട്ടോസോവ മലേറിയ ഉണ്ടാക്കുന്നുണ്ട്. ഫംഗൈ, റിംഗ് വേം, അത്ലറ്റ്സ് ഫുഡ്, ഇതൊക്കെ ഫംഗൈ വഴി ഉണ്ടാവുന്ന ഡിസീസസ് ആണ്. ഇത്രയാണ് നമ്മൾ ചാപ്റ്റർ 2 നമ്മൾ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 3 നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ റിവൈസ് ചെയ്യാം.